മകയിരം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന മകയിരം നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. വ്യാഴത്തിൻ്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് മകയിരം. അതുകൊണ്ട് തന്നെ മകയിരം നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് വ്യാഴം നക്ഷത്രാധിപനായ പുണർദം, വിശാഖം, പൂരുട്ടാതി എന്നീ നാളുകളിൽ ജനിച്ചവരാണ്. വ്യാഴം രാശിയാധിപനായ ധനു, മീനം എന്നിവ രാശിയായോ ലഗ്നമായോ ജനിച്ചവർ മൂലവും മകയിരം നാളുകാർക്ക് ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെ ആയിരിക്കും പുണർദം, വിശാഖം, പൂരുട്ടാതി എന്നീ നാളുകാരും ധനു, മീനം രാശി ലഗ്നങ്ങളിൽ ജനിച്ചവരും നിങ്ങൾക്ക് നൽകുക. ഇവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് സഹായിക്കുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നാളുകാരിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായി പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. മകയിരം നാൾ ജനിച്ചവർക്ക് പുത്രദോഷം, കടബാധ്യതകൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പോലുള്ളവ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുന്നതും ചെറിയ കുട്ടികൾക്ക് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി എന്ത് കാര്യങ്ങൾക്കായാലും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഗുരുതുല്യരായ ആളുകൾക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മകയിരം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.